നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ചില അസുഖങ്ങളുണ്ട്, വല്ലാത്ത ഗുരുതര അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ ഇത് പിന്നീട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അത് കുട്ടികളിലും വയസ്സായവരിലും ഏത് പ്രായക്കാരിലും ഇത്തരം അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. ആ അവസ്ഥയിൽ പലപ്പോഴും ഇവരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി, ജീവിത മൂല്യം ഉയർത്തുക എന്നുള്ളതാണ് നമുക്കുള്ള ഏക മാർഗം. അതുമാത്രമല്ല, അവർക്ക് മാനസികമായും ശാരീരികമായും വേണ്ട സപ്പോർട്ടുകൾ നൽകുക. അവിടെയാണ് പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു പ്രാധാന്യം. പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് ധാരാളം അറിവുകൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും നിരവധി തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് മെഡിസിൻ എന്നാൽ എന്താണ്, ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണ്, എല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളത്തെ ആസ്റ്റർ മെഡ്സിറ്റിയിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് മെഡിസിൻ വിഭാഗം സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ രാംകുമാർ പി. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. പാലിയേറ്റീവ് കെയറിനെ കുറിച്ചിട്ട് എല്ലാവരും ഈ വാക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു വാക്കാണ് എല്ലാവർക്കും. എന്നാൽ ഈ പാലിയേറ്റീവ് കെയറും പാലിയേറ്റീവ് മെഡിസിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യഥാർത്ഥത്തിൽ എന്താണ് പാലിയേറ്റീവ് കെയർ എന്നൊന്ന് പറയും? പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ മാറാൻ സാധ്യതയില്ലാത്ത രോഗികളോടുള്ള ഒരു സമീപനമാണ്. അതിനെ നമ്മളൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ മെഡിക്കൽ ആസ്പെക്റ്റാണ് പാലിയേറ്റീവ് മെഡിസിൻ. അതായത് ഒരു രോഗാവസ്ഥയിലുള്ള ആളുടെ ആ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ഏതൊക്കെ കാര്യങ്ങൾ ഉചിതമായി ഉപയോഗിക്കാം, എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ഓരോ ഇൻ്റർവെൻഷനും ഗുണമാണോ ദോഷമാണോ എന്നറിഞ്ഞ് ഏത് മരുന്ന് കൊടുത്താൽ കൂടുതൽ ഫലം കാണും, ഏതിന് ദോഷം കൂടുതൽ കാണും, ഇതിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാം. ഇത്തരം പഠനങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ഒരു ശാസ്ത്രീയമായ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ് പാലിയേറ്റീവ് മെഡിസിൻ. അത് പഠിപ്പിക്കുന്നത് നമ്മുടെ കരിക്കുലത്തിൽ ഇപ്പോഴും ചേർന്ന് വന്നിട്ടില്ല എങ്കിലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ മുതൽ ഈ കാര്യം പഠിക്കുകയാണെങ്കിൽ ഡോക്ടർമാരും നഴ്സുമാരും കുറേയും കൂടെ ജനങ്ങളുമായി സൗഹൃദത്തിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ ഡോക്ടർ, ഇപ്പം പാലിയേറ്റീവ് കെയർ പല ജില്ലകളിലും പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമ്മൾക്കറിയാം. പക്ഷേ ഇവരുടെ പ്രവർത്തനം എങ്ങനെയാണ്? ഇത് ആരൊക്കെ ഉണ്ടാവും ഈ ടീമിൽ? ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴും അവ്യക്തമാണ്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ടീം വർക്ക്? ഇന്ത്യയിലെ പാലിയേറ്റീവ് കെയർ ഏറ്റവും കൂടുതലുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരളത്തിൽ ഏകദേശം 550 പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ പ്രവർത്തനത്തിലുണ്ട്. ഇത് ഗവൺമെൻറ് തലത്തിലും നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിൻ്റെ സപ്പോർട്ടോടുകൂടി വിവിധ സ്ഥലങ്ങളിൽ അവിടെ താല്പര്യമുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ ഒത്തായ്മയോടുകൂടി അതിൽ ഡോക്ടർമാരുടെ പങ്കാളിത്തമുണ്ട്, ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സുമാരുടെ പങ്കാളിത്തമുണ്ട്, അതിനേക്കാളുപരി വളണ്ടിയേഴ്സിൻ്റെ പങ്കാളിത്തമുണ്ട്. കേരളത്തിലെ പാലിയേറ്റീവ് കെയർ ചികിത്സാ രംഗത്തിൻ്റെ ഒരു വിജയമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പാലിയേറ്റീവ് കെയർ പ്രവർത്തകരിലെ വളണ്ടിയേഴ്സിൻ്റെ ഒരു സപ്പോർട്ടാണ്. ഈ അടുത്ത് തന്നെ കേരളത്തിലെ പാലിയേറ്റീവ് കെയർ വളണ്ടിയേഴ്സിൻ്റെ ഒരു സംഗമം നമ്മുടെ എറണാകുളം ജില്ലയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു ടീമാണ്. ടീമെന്ന് പറഞ്ഞാൽ ടുഗദർ ഈച്ച് അച്ചീവ് മോർ. ഓരോരുത്തരും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ ഗുണം കിട്ടുന്നു. ഒരു ഡോക്ടർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മികവ് മാക്സിമം യൂസ് ചെയ്യാം. അതേസമയം ചിലപ്പോൾ രോഗികൾക്ക് അവരുടെ ചെറിയ സ്വകാര്യ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു ഡോക്ടറെ ആശ്രയിച്ച് അദ്ദേഹത്തിന് സമയം കളയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത സമയം പോകുമ്പോൾ വേറെ 10 രോഗികളെ ആ നേരം കൊണ്ട് നോക്കാൻ പറ്റിയെന്ന് വരും. അപ്പോൾ ഒരു വളണ്ടിയർ ഉണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ തമ്മിൽ തിരിച്ചറിയാൻ പറ്റും. അവരുടെ പ്രശ്നങ്ങൾ അവരുടെ വീടിന് അടുത്തുള്ള ഒരാൾ തന്നെയാണെങ്കിൽ പെട്ടെന്ന് ഇവർക്ക് സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടോ, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടോ, ഇതെല്ലാം അവർക്ക് നോക്കാം. മാറാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ അതൊരു രോഗം എന്ന രീതിയിൽ മാത്രം കാണാൻ പറ്റില്ല. ശരീരത്തിൽ രോഗത്തിനെ കൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ടാവാം, അതേൽപ്പിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളുണ്ടാവാം. അതിനേക്കാളുപരി അതൊരു സാമൂഹ്യ പ്രശ്നമാണ്, ഒരു ആത്മീയ പ്രശ്നമാണ്. അപ്പോഴാണ് അതിന് ടോട്ടൽ പെയിൻ എന്ന് പറയും. അതിന് എല്ലാ ആസ്പെക്റ്റിലും നമ്മൾ സപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് ടോട്ടൽ കെയർ ആവുന്നത്. പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ടോട്ടൽ കെയർ കൊടുക്കുക. മാറാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, നിത്യമായി ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടി എന്തൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുമോ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അവരെ നല്ല മൂല്യത്തിൽ കഴിയുന്നിടത്തോളം നന്നാക്കി ഇരുത്താൻ സാധിക്കും. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം. ഹലോ സാറേ, ഞാൻ ഇങ്ങനെ ഒരു 13 വർഷമായിട്ട് ചോദിച്ചോളൂ. ടിവിയിൽ ശ്രദ്ധിക്കണ്ട, ചോദ്യം പൂർത്തിയാക്കിക്കോളൂ. ഞാൻ ഇങ്ങനെ 13 വർഷമായിട്ട് ഇങ്ങനെ കിടപ്പിലുള്ള ഒരാളാണ്.
ഓ അതെന്റെ എനിക്ക് ഒരു കാലില് സൈഡ് ഭയങ്കര വേദന. ഓൾറെഡി കത്തീറ്റർ ഇട്ടിട്ടില്ല പേഷ്യന്റ് ആണ്. ഓ ആ അപ്പോൾ ഇപ്പോ ഇപ്പോഴത്തെ എന്താണ് പ്രശ്നം ഡോക്ടറോട് എന്താണ്? ചോദിക്കാനുള്ളത്? സംശയം എനിക്ക് എന്താണ്? ഒരു ഇങ്ങനെ സ്ഥിരം കത്തീറ്റർ ഇടുന്ന മാസത്തിൽ മാറ്റി തരുന്നുണ്ട്. ഓ അപ്പൊ ഈ ഒരു കാല് സൈഡ് ഇറക്കി ഭയങ്കര വേദന, അരക്കെട്ടിന്റെ സൈഡ്. മോളിൽ നിന്ന് വീഴ്ച പറ്റിയിട്ടോ അപകടം പറ്റിയിട്ടോ എങ്ങാനും തളർന്നതാണോ? അതെ അതെ അതെ, അത്തരം രോഗികളെ നമ്മുടെ പാലിയേറ്റീവ് കെയർ സംഘടനയിൽ കൂടെ നല്ലപോലെ ശുശ്രൂഷിച്ചു വരുന്നുണ്ട്. അവരുടെ സ്ഥിരം ഉള്ള ഒരു പ്രോബ്ലമാണ് യൂറിൻ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് യൂറിന് കത്തീറ്റർ ഇടേണ്ടി വരുന്നത്. അത് 3 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ആ ട്യൂബ് മാറ്റേണ്ടി വരും. സിലിക്കോൺ കത്തീറ്റർ എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ കൂടുതൽ നാളുകളിലേക്ക് ഇടാവുന്ന വില കൂടിയൊരു കത്തീറ്റർ ഉണ്ട്. അത് ഇടുകയാണെങ്കിൽ 3 മാസം വരെ അത് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതിന് നിങ്ങൾക്ക് അടുത്തുള്ള പാലിയേറ്റീവ് കെയർ സംഘടനയിലെ ആൾക്കാരെ കോൺടാക്റ്റ് ചെയ്താൽ അവർ വന്നിട്ട് പ്രവർത്തകർ നിങ്ങളെ കത്തീറ്റർ മാറ്റുന്നതിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ വേദനയ്ക്ക് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ നോക്കിയിട്ട് കൂടുതൽ ഗുണം കിട്ടുന്ന മരുന്നുകൾ ഏതോ അത് പറഞ്ഞു തരാൻ സാധ്യതയുണ്ട്. സ്ഥിരമായ വേദനയ്ക്ക് സ്ഥിരമായ മരുന്ന് കഴിക്കണം എന്നതൊരു നിത്യസത്യമാണ്. മരുന്ന് മുടങ്ങിക്കഴിഞ്ഞാൽ വേദന പുറത്തു വരും. അപ്പോൾ സ്ഥിരമായ വേദനയ്ക്ക് ഉതകുന്ന സ്ഥിരമായി കഴിക്കാവുന്ന മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മേൽനോട്ടത്തിൽ കൃത്യമായ അളവിൽ കഴിക്കുക. എന്നിട്ടും കുറവില്ലെങ്കിൽ അവരോട് തന്നെ പറയുക. അടുത്ത ലെവലിലേക്കുള്ള മരുന്നിലേക്ക് അപ്പോൾ കിടക്കും. നമ്മൾ സാധാരണ ഇത് 3 ലെവലായിട്ടാണ് പറയുക. ഒന്നാമത്തെ ഘട്ടത്തിൽ ചെറിയ നിസ്സാര വേദനയ്ക്കുള്ള മരുന്നുകൾ ഉപയോഗിക്കും. രണ്ടാമത്തെ ഘട്ടത്തിൽ കുറച്ചുകൂടെ കൂടുതൽ വേദനയ്ക്കുള്ള മരുന്നുകൾ ഉപയോഗിക്കും. മൂന്നാമത്തെ ഘട്ടത്തിൽ കടുത്ത വേദനയ്ക്കുള്ള ശക്തമായ വേദന സംഹാരികൾ ഉപയോഗിക്കും. പക്ഷെ പലപ്പോഴും ഇത്തരം വേദനകൾ, ഞരമ്പിന് ക്ഷതം സംഭവിച്ചുകൊണ്ടുള്ള വേദനകൾക്ക് സാധാരണ ഉപയോഗിക്കുന്ന വേദന സംഹാരികൾക്ക് പകരമായിട്ട് നമ്മൾ ആൻറ്റി കൺവൾസൻ ഡ്രഗ്സും ആൻറ്റി ഡിപ്രസൻ ഡ്രഗ്സും ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. വേദന മൂലം ഇദ്ദേഹം കിടപ്പിലായി പോയ ഒരാളുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാം. വിട്ടുമാറാത്ത വേദനയുള്ള ആൾക്കാർക്കും മാനസിക സംഘർഷമുള്ള ആൾക്കാർക്കും നിരാശയുള്ള ആൾക്കാരുടെയും തലച്ചോറിൽ MRIയിൽ കാണുന്ന മാറ്റം ഒരേപോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വേദനയുടെ മരുന്നുകൾ സങ്കടം കുറയ്ക്കുക മാത്രമല്ല വേദനയും കുറയ്ക്കും. ഓക്കെ, എന്തായാലും അദ്ദേഹം നമ്മുടെ പ്രോഗ്രാമൊക്കെ കാണുന്നുണ്ട്. വിഷമിച്ചിരിക്കാതെ TV പ്രോഗ്രാമുകളൊക്കെ കാണുക എന്ന് പറഞ്ഞതും ഒരു നല്ലൊരു കാര്യമാണ്. ഡോക്ടർ, നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം. എൻ്റെ പേര് അജിത്ത് എന്നാണ്. ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വിളിക്കുന്നത്. പറയൂ അജിത്ത്. സാർ, ഒരു പാലിയേറ്റീവ് കെയർ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ ഒരു വന്നിരിക്കുന്ന ഒരു രോഗിക്ക് എന്തുമാത്രം ഒരു ലീഗൽ സപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് സാർ? കാരണം ഞാൻ എന്റെ ചോദ്യം ഇതാണ്. എന്റെ ക്ലോസ് സ്കിൻ ഒരു ബന്ധു അക്യൂട്ട് ക്യാൻസർ ആയിട്ട് അഡ്മിറ്റഡ് ആണ്. ഓക്കെ. അദ്ദേഹത്തിന് മകളെ ഒന്ന് കാണണമെന്നുണ്ട്. ബട്ട് ഷീ ഈസ് ഡിവോഴ്സ്ഡ്. ഓക്കെ. They are not at all agreeing to send their daughter to see this. ഇതൊരു മരണാസന്നനായ ഒരു രോഗിയുടെ അന്തിമാഭിലാഷം എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇത് ഒരു സാധിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മേക്ക് എ വിഷ് ഹാപ്പൻ എന്നുള്ള രീതിയിൽ ചെറിയ കുട്ടികൾക്ക് പോലും അവരുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ നിയമവേദിയുമായിട്ട് സംസാരിച്ചതിന് ശേഷമേ കൃത്യമായ ഒരു ഉത്തരം പറയാൻ പറ്റുള്ളൂ. എങ്കിലും നമുക്ക് ഈ ഒരു മാനുഷിക പരിഗണന വെച്ച് അവരുടെ മറ്റേ കൗണ്ടർ പാർട്ടിനെയും കൂടെ കോൺടാക്റ്റ് ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അവരുമായിട്ട് ആലോചിച്ചിട്ട് ആ കുട്ടിക്ക് വന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ളൊരു വഴി ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. പക്ഷേ കുട്ടി റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണിത്. ഇത്തരം ഘട്ടങ്ങളെ ഞങ്ങൾ ഡിഗ്നിറ്റി തെറാപ്പി എന്ന രീതിയിൽ പറയും. മരണാസന്നരായയാളുടെ മനസ്സിൽ നല്ല ഡിഗ്നിറ്റി ഉണ്ടാക്കുന്നതിനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റി ഏറ്റവും മൂല്യമായ രീതിയിൽ അവർക്കൊരു തിരിച്ചു ഉൾക്കാഴ്ച കാണിച്ചു കൊടുക്കുക. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റുന്നത് സാധിച്ചു കൊടുക്കുക. അവരുടെ ഉള്ളിൽ ചെറിയ മോഹങ്ങളുണ്ടാവും, ചെറിയ ഗിൽട്ടുകളുണ്ടാവും ചിലപ്പോൾ. അതെല്ലാം ഒഴിവാക്കുന്നതിന് ഈ ഒരു സന്ദർഭം ഉപയോഗിക്കാവുന്നതാണ്. പലപ്പോഴും വലിയ വഴക്കുകളുടെ പേരിൽ മാറി നിൽക്കുന്ന കുടുംബങ്ങൾ ഇത്തരമൊരു രോഗത്തിൻ്റെ അവസ്ഥയിൽ തിരിച്ചൊന്നിച്ച് ചേർന്നിട്ടുള്ളതും അവരുടെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ചിട്ടുള്ളതും നമ്മുടെ അനുഭവത്തിലുണ്ട്. അപ്പോൾ ലീഗൽ ഇതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ഞാനൊരു വ്യക്തിയല്ല. എന്നാലും നമുക്ക് നിയമസഹായം തരാൻ നമ്മുടെ ചുറ്റുപാടുള്ള അഡ്വക്കേറ്റ്സ് എന്തായാലും ഇതിന് സഹായിക്കും എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും അവർക്ക് നിയമസഹായം തേടാവുന്നതാണ് അല്ലേ? അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ മുംബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. പറയൂ. ഒരു സംശയം സാർ, നമുക്ക്
പാലിയേറ്റീവ് കെയറിൽ നമുക്ക് ഈ ക്യാൻസർ കണ്ടെത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ പാലിയേറ്റീവ് കെയറിൽ? പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ മാറാൻ പറ്റാത്ത രോഗികൾക്കുള്ള ചികിത്സയാണ്. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ്റെ ഒരു പ്രചാരണം കൂടെ നടത്താറുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ 8 പെൺമക്കളുള്ള ഒരു അമ്മയെ ഒരു അഡ്വാൻസ് ക്യാൻസർ ബ്രസ്റ്റായിട്ട് കണ്ടപ്പോൾ അവരുടെ പെൺമക്കളെ നമ്മൾ ഇതിനെപ്പറ്റി ബോധവൽക്കരിച്ചു. പക്ഷേ അമ്മയുടെ മരണശേഷം ഈ 4 പേർക്ക് സംശയമുള്ള മുഴകൾ കണ്ടെത്തുകയും ഇതിൽ 2 പേരുടെ ബയോപ്സി എടുത്തപ്പോൾ അതിൽ ഒരാൾക്ക് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കുകയും അവർ ക്യാൻസർ സർജറി കഴിഞ്ഞ് ഇപ്പോഴും സുഖമായി ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു 10 വർഷം മുമ്പത്തെ കാര്യമാണ്. അപ്പോൾ അതുപോലെ ക്യാൻസർ സെർവിക്സ് ആയാലും ക്യാൻസർ ബ്രസ്റ്റ് ആയാലും വേറെ ക്യാൻസറുകളായാലും അതിൻ്റെ ഏർലി ഡിറ്റക്ഷനെ പറ്റിയിട്ട് നമ്മൾ പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ വഴി സമൂഹത്തിൽ ഉദ്ബോധനം നടത്തുന്നുണ്ട്, അവബോധനം കൊടുക്കുന്നുണ്ട്. ഇനി ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ ഒരു ഓങ്കോളജിസ്റ്റ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്കതിനുള്ളൊരു തയ്യാറെടുപ്പ് നടത്താം, അവർക്ക് അത്തരമൊരു ക്യാമ്പ് നടത്തുന്നതിനുള്ളൊരു സൗകര്യം ഒരുക്കി കൊടുക്കാം, ആൾക്കാരെ കൂടുതൽ അതിൽ പങ്കെടുപ്പിക്കാം. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ആവശ്യം ക്യാൻസർ അവെയർനെസ്. ക്യാൻസറിനെ പറ്റി ബോധമുണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന രീതിയിൽ. പുകയില മൂലമുള്ള ക്യാൻസർ നമുക്ക് തടയാവുന്നതാണ്. തെറ്റായ ജീവിതചര്യകൾ കൊണ്ടുള്ള ക്യാൻസറുകൾ നമുക്ക് തടയാവുന്നതാണ്. അതിനൊക്കെ നമുക്ക് പ്രചാരണം കൊടുക്കാം. പിന്നെ ഇമ്മ്യൂണൈസേഷൻ ചെയ്തുകൊണ്ട് പോലും തടയാവുന്ന ക്യാൻസറുകളായി തുടങ്ങിയിട്ടുണ്ട്. ചിലതെല്ലാം പരീക്ഷണ ഘട്ടത്തിലേ ഉള്ളൂ. എങ്കിലും ക്യാൻസർ സെർവിക്സിന് ഇമ്മ്യൂണൈസേഷൻ ചെയ്താൽ ഗുണമുണ്ട് എന്ന് പറയുന്നു. അത് നേരത്തെ ചെയ്യണം മാത്രമല്ല. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ, ഹലോ. നമസ്കാരം. എന്താണ് സംശയം? ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറയൂ. എനിക്ക് എന്റെ ഭാര്യയ്ക്കും കൂടെ ഒരു 14 വർഷം മുമ്പ് ഒരു ആക്സിഡന്റില് എന്റെ ഒരു കാല് നഷ്ടപ്പെട്ടതാണ്. വൈഫ് C3 C4 കൂടെ ഡാമേജ് ആയതാണ്, ഞരമ്പ്. രണ്ടുപേർക്കും അപകടം പറ്റിയല്ലേ? ഹലോ, രണ്ടുപേർക്കും അപകടം പറ്റിയല്ലേ? ഞങ്ങള് സ്കൂട്ടറെ പോകുമ്പോ ഒരു കാർ വന്ന് ഇടിച്ചതാണ്. ഇപ്പൊ എന്താ ബുദ്ധിമുട്ട്? ഹലോ, ഇപ്പൊ എന്താണ് ബുദ്ധിമുട്ട്? അയാൾക്ക് കത്തിയിട്ടിരിക്കുക. അപ്പൊ എല്ലാം മോഷനായാലും യൂറിൻ എല്ലാം ബെഡിൽ തന്നെ എണീക്കാനോ എണിപ്പിച്ചിരുത്താൻ ഇപ്പം ഒരു നേരത്തേക്ക് പറ്റുമായിരുന്നു, ഇപ്പം തീരെ പറ്റുന്നില്ല. താങ്കളുടെ അടുത്ത് പാലിയേറ്റീവ് കെയർ സംഘാടകരുണ്ടോ? അവര് പഞ്ചായത്തിൽ നിന്ന് ആള് വരുന്നുണ്ട്. അവര് കത്തീറ്ററുമായിട്ട് തരാം, അല്ലാതെ വേറെ മറ്റൊന്നും ഇല്ല. വേറെ എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? എന്താണ്? ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട് ഡോക്ടർ. ഓക്കെ, അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു ഭാഗം ഏറ്റവും വൃത്തിയിൽ സൂക്ഷിക്കുക. അതിന് ആൻറ്റിബയോട്ടിക് സൊല്യൂഷൻസ്, ബീറ്റാഡിൻ സൊല്യൂഷനൊക്കെ ചിലപ്പോൾ തരും. അത് വെച്ച് ആ ഭാഗം കൃത്യമായിട്ട് എല്ലാ ദിവസവും വൃത്തിയാക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം, പ്രത്യേകിച്ച് ചൂടുകാലം കൂടിയല്ലേ. ധാരാളം വെള്ളം കുടിക്കണം. അത്യാവശ്യം നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിച്ചാൽ പോലും നല്ലതാണ്. അല്ലെങ്കിൽ സിട്രാൽക്ക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മരുന്നുകൾ, യൂറിനെ ആൽക്കലൈസ് ചെയ്യാനുള്ള മരുന്നുകൾ തരും. ചെറിയ തോതിൽ ആൻറ്റിബയോട്ടിക് ലോങ് ടേമായിട്ട് കഴിക്കേണ്ടി വരും. യൂറിനറി ഇൻഫെക്ഷൻ വന്ന് പെട്ടുകഴിഞ്ഞാൽ അത് പൂർണ്ണമായും വിട്ടുപോയിട്ടില്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. യൂറിനറി സെപ്സിസ് വന്നാൽ നമ്മളെ വല്ലാതെ തളർത്തിക്കളയും. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ സ്ഥിരം കാണുന്നൊരു പ്രോബ്ലമാണത്. പിന്നെ ചെയ്യാവുന്നൊരു കാര്യം, സ്ഥിരമായി ട്യൂബ് ഇടുന്നതിന് പകരം ആ ഒരു ഭാഗം വൃത്തിയാക്കി കൃത്യമായ സമയങ്ങളിൽ തന്നെത്താൻ കത്തിയിട്ടിട്ട് യൂറിൻ ഒഴിവാക്കുക. അപ്പോൾ സ്ഥിരമായൊരു ട്യൂബിൻ്റെ പ്രസൻസ് ഉണ്ടാവില്ല, ഇൻഫെക്ഷൻ്റെ റിസ്ക് കുറയ്ക്കാം. അപ്പോൾ സെൽഫ് കത്തീറ്ററൈസേഷൻ ക്ലീനായിട്ട് ചെയ്യുന്നത് ഇതിന് വേറൊരു പരിഹാരമാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പം പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു രോഗിയെ ഇപ്പോൾ പാലിയേറ്റീവ് കെയറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ രോഗിയെ മുഴുവനായിട്ട് അങ്ങോട്ട് ടേക്ക് ഓവർ ചെയ്യുകയാണെന്നുള്ളൊരു ധാരണയുണ്ട്. ഇത് ശരിയായ ധാരണയാണോ എന്നുള്ളതാണ്. പാലിയേറ്റീവ് കെയറിനെ പറ്റിയുള്ളൊരു തെറ്റിദ്ധാരണയാണത്. പാലിയേറ്റീവ് കെയർ ഒരു അവസാന നാളുകളിൽ അല്ലെങ്കിൽ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി വേറെ തിരിച്ചൊന്നിലേക്കൊരു പോക്കില്ല, വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിനൊന്നും ചികിത്സ എടുക്കില്ല, അവരെ ഒരിക്കലും നല്ല രീതിയിൽ നോക്കില്ല എന്നൊക്കെ തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക്, പ്രത്യേകിച്ചൊരു ക്യാൻസർ പോലെയുള്ള ഒരു അസുഖമുള്ള ഒരാൾക്ക് ഡയഗ്നോസിസിൻ്റെ സമയം മുതൽ പാലിയേറ്റീവ് കെയർ ഉപയോഗിക്കാം.
ആ പാലിയേറ്റീവ് കെയറിൻ്റെ ഉപയോഗം അവർക്ക് ഏതാണോ വിഷമം അതിന് എന്ത് പരിഹാരം എന്ന രീതിയിലായിരിക്കും. അവരെ എങ്ങനെ നന്നാക്കിയിരുത്താം. ചിലപ്പോൾ ഒരു ഡയഗ്നോസിസ് കേൾക്കുന്ന സമയത്ത് അവരുടെ പ്രതികരണം രോഗത്തിന് ചികിത്സയ്ക്ക് എനിക്കിതൊന്നുമില്ല, എന്നെ ചികിത്സിക്കേണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം വേണ്ടത്. അവർ ശക്തമായ വേദനയോ വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് വേണ്ടത്. അതിന് ശേഷം ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചികിത്സയുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ, ചികിത്സയുടെ ഇടവേളയിൽ രോഗി നന്നായിരിക്കുന്നു, തിരിച്ച് നോർമൽ ലൈഫിലേക്ക് പോകുന്നു എന്ന് കാണുന്നതാണ് വേണ്ടത്. ഓരോ ചെക്കപ്പിന് മുമ്പും ചെക്കപ്പ് ആങ്സൈറ്റി എന്ന രീതിയിൽ വല്ലാണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് വേണ്ട ധൈര്യം കൊടുക്കുക. ഇനി ചികിത്സ മൊത്തം മാറി നോർമൽ ലൈഫിലേക്ക് പോയിട്ടുള്ള വലിയ നോർമലായിട്ടുള്ള കുട്ടികളുണ്ട്. അവരുടെ ചികിത്സ പാലിയേറ്റീവ് കെയറിൽ നിന്നും ക്യാൻസർ ചികിത്സയിൽ നിന്നും മാറിയിട്ടുള്ളവരുണ്ട്. അപ്പോൾ പാലിയേറ്റീവ് കെയറിൽ നിന്ന് ചികിത്സയിലേക്ക് വന്നു എന്നതുകൊണ്ട് അവർ മറ്റ് ചികിത്സകൾ വേണ്ടാന്നോ മാറ്റാവുന്ന വേറെ അസുഖങ്ങൾ വന്നാൽ അവർക്ക് ചികിത്സ കിട്ടില്ല എന്നൊന്നുമില്ല. അവർ ICUയിലാണെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും പാലിയേറ്റീവ് കെയർ കൊടുക്കാറുണ്ട്. അതായത് ICUയിൽ കിടക്കുന്ന സമയത്ത് രോഗത്തിൽ നിന്നും ഒരു മുക്തിക്ക് എന്ന രീതിയിൽ ചികിത്സിക്കാവുന്ന സാഹചര്യമല്ല എങ്കിൽ അവരെ അനാവശ്യമായ ചികിത്സകളിലൂടെ നിർബന്ധിപ്പിക്കാതെ അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ കുറച്ച് നല്ല രീതിയിലുള്ള ഒരു പരിചരണത്തിലൂടെ ഒരു ശാന്തമായ ഒരു അന്ത്യം സാധിക്കുക. അതിന് വലിയൊരു അർത്ഥമുണ്ട്. ഇപ്പോൾ പലപ്പോഴും വലിയ ആശുപത്രികളിൽ വന്നു ഒരുപാട് പണം ചിലവായി എന്ന് പരിതപിക്കുന്ന ആൾക്കാരുണ്ട്. പലപ്പോഴും അവർ വരുമ്പോൾ അവർക്കുള്ളിൽ അറിയാം അവരുടെ അസുഖം മാറാത്തതാണ്, പ്രത്യേകിച്ച് ചികിത്സയില്ല. പക്ഷേ വന്നു പെടുന്ന അവസ്ഥയിൽ രോഗി വല്ലാതെ അവശനാണെങ്കിൽ അവർ നാച്ചുറലി ICUയിൽ കിടത്തിപ്പോവും. ICUയിൽ കിടത്തി പല ചികിത്സകളും ഇവരെ നന്നാക്കുന്നതിന് രക്ഷപ്പെടുത്തുന്നതിന് എന്നുള്ള രീതിയിൽ ചെയ്തു പോകും. രോഗിയും രോഗിയുടെ ബന്ധുക്കളും ഇത് ആഗ്രഹിക്കുന്നില്ലെങ്കിലും പലപ്പോഴും ഇത് തുറന്ന് ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ മെഡിക്കൽ രംഗത്ത് ഇപ്പോൾ ഉള്ളത് വലിയൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമാണ്. രോഗിക്കും ബന്ധുക്കൾക്കും രോഗത്തിനെ പറ്റിയും അതിൻ്റെ ചികിത്സയെ പറ്റിയും വ്യക്തമായി തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവകാശമുണ്ട്. എന്താണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഓരോ ചികിത്സ എടുത്താൽ എന്താണ് ഗുണം, എന്താണ് ദോഷം എന്ന് കൃത്യമായി അറിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ പോയാൽ നമുക്ക് ആഗ്രഹമുള്ളത് തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ ചികിത്സയിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ കഴിഞ്ഞു പോയിട്ട് പശ്ചാത്തപിച്ചിരുന്നാൽ രോഗിക്ക് അതിനേക്കാൾ ഉപരി വീട്ടുകാർക്ക് വല്ലാത്തൊരു മനോവിഷമം, ഗിൽട്ടൊക്കെ ഉണ്ടാവും. അതില്ലാതിരിക്കാൻ ഇത്തരം തുറന്ന ചർച്ചകൾ, ഈവൻ മരണത്തിനെ പറ്റിയുള്ള ചർച്ചകൾ പോലും നല്ലതാണ് എന്നാണ് പഠനം തെളിയിക്കുന്നത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, കുട്ടികൾക്ക് വിശേഷിച്ച് എനിക്ക് തോന്നുന്നു അർബുദം വരുമ്പോൾ തന്നെ ഇതുപോലുള്ള അവസ്ഥകളിൽ കൂടെ കുട്ടികളും കടന്നു പോകില്ല. കുട്ടികളുടെ കാര്യത്തിൽ പലപ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണകളാണ് അച്ഛനമ്മമാർക്ക്. പാലിയേറ്റീവ് കെയർ എടുക്കാൻ തന്നെ റിഫ്യൂസ് ചെയ്യുന്നവരുണ്ട്. പാലിയേറ്റീവ് കെയർ എന്ന് കേൾക്കുമ്പോൾ പലർക്കും തെറ്റിദ്ധരിക്കുന്നത് ഇവരെ നമ്മൾ മോർഫിൻ തുടങ്ങും, അല്ലെങ്കിൽ ഇവർക്ക് വേറെ ചികിത്സകൾ കിട്ടില്ല, അല്ലെങ്കിൽ ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോൾ പാലിയേറ്റീവ് കെയർ ആവശ്യമില്ല എന്ന തെറ്റിദ്ധാരണകൾ നല്ലോണമുണ്ട്. അല്ലെങ്കിൽ ഇത്തരം മരുന്നുകൾ ഈ വലിയ ആൾക്കാർക്ക് മാത്രമുള്ളതാണ്. കുട്ടികളിലെ വേദനയും മറ്റുള്ളവരുടെ വേദനയോ പോലെ തന്നെ ബുദ്ധിമുട്ടാണ്. കുട്ടികളുടെ പാലിയേറ്റീവ് കെയറിനെ പറ്റി പറയുകയാണെങ്കിൽ അത് വല്ലാത്തൊരു ലോകമാണ്. അവർക്കൊരു തീരുമാനം എടുക്കാൻ പോലും പറ്റില്ലല്ലോ അവരുടെ അസുഖത്തിനെ പറ്റി. അപ്പോൾ അവർക്ക് വേണ്ടി തീരുമാനം എടുക്കുന്നത് പലപ്പോഴും മുതിർന്നവരാണ്. ഇന്നത്തെ കാലത്തൊരു ന്യൂക്ലിയർ ഫാമിലി ഇതും കൂടി ആയതുകൊണ്ട് ഒരു കുട്ടിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ഫാമിലി മൊത്തം ഇതിൽ പെട്ടുകൊള്ളുകയാണ്. പലപ്പോഴും ഗ്രാൻഡ് പാരൻസാണ് കൂടുതൽ വിഷമിക്കുന്നത് ഈ കുട്ടിയുടെ അസുഖത്തിൻ്റെ പേരിൽ. അവർക്ക് സാധ്യമായതെല്ലാം ചെയ്യണമെന്നുണ്ട്. പലപ്പോഴും ഒരുപാട് പണം ചെലവ് ചെയ്ത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റുള്ള ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് പിടിക്കുന്നവരുണ്ട്. പക്ഷേ ട്രാൻസ്പ്ലാന്റിന് ശേഷമുള്ള ഒരു ചികിത്സയും തുടർന്നുള്ള ജീവിതവും ഇവർക്ക് പലർക്കും സാധ്യമാവുന്നില്ല. അങ്ങനെ സാമ്പത്തിക കെണിയിൽ പോയി പെടുന്നവർ ഒരുപാട് പേരുണ്ട്. എന്നിരുന്നാലും അർബുദ ചികിത്സയിൽ, പ്രത്യേകിച്ച് രക്താർബുദത്തിൽ ഉണ്ടായിട്ടുള്ളൊരു വളർച്ച ഒരുപാട് രോഗികളെ അസുഖത്തിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടി നോർമൽ ലൈഫിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഒരു 80-90% അർബുദ രോഗികൾ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്താൽ പൂർണ്ണമായും മുക്തി നേടി അവർ നോർമൽ ലൈഫിലേക്ക് പോകും. അത് കാരണം തന്നെ അത്തരം രോഗികൾ പാലിയേറ്റീവ് കെയറിലേക്ക് വരുന്നത് കുറവാണ്. പക്ഷേ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് റിലാപ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരൊക്കെ നമുക്ക് ധാരാളം കാണാറുണ്ട്. പിന്നെ എനിക്ക് പാലിയേറ്റീവ് കെയർ ഇതിൽ കുട്ടികളുടേതുമായിട്ട് കൂടുതൽ ഇടപെടാൻ സാധ്യത വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് പലപ്പോഴും എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടാവും.
ഇടയ്ക്കിടയ്ക്ക് ബോൺ മാരോ ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്പൈനൽ ഇഞ്ചക്ഷൻ ചെയ്ത് അസുഖം വരാതിരിക്കാനുള്ളത് ചെയ്യണം. അത്തരം സന്ദർഭങ്ങളിൽ ഇവരെ അനസ്തീഷ്യ കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ അവർക്കൊരു IV ക്യാനിലോ അല്ലെങ്കിൽ പിക്ക് ലൈൻ കത്തീറ്റർ ഇടുന്നതിനൊക്കെ ഇവർക്ക് നമ്മുടെ സഹായം തേടാറുണ്ട്. അപ്പോൾ ഇത്തരം രോഗികളുമായിട്ട് കൂടുതൽ ഇടപഴകുകയും അവരുടെ സ്നേഹവും അവരുടെ ബുദ്ധിമുട്ടുകളുമായി തിരിച്ചറിയാനും അതിനെന്തെങ്കിലും ആശ്വാസം കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഡോക്ടർ, പലപ്പോഴും ഈ കുട്ടികൾക്കൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. കാരണം ഇപ്പോൾ തന്നെ കുട്ടികൾക്ക് സുഖമില്ല, ഇത് മരണമാണ് ഇതിൻ്റെ ഒരു അവസാനം എന്ന് അറിയാം, എങ്കിൽ പോലും ഒരുപാട് പൈസ മുടക്കി ചികിത്സിക്കുന്നു, ഒരുപാട് കടത്തിലെത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ ഈ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? നമ്മൾ എങ്ങനെയാണ് അവരെ കൺവിൻസ് ചെയ്യുന്നത്? ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യമാണത്. എന്നുവെച്ചാൽ ഒരേ ഒരു കുട്ടി അച്ഛനും അമ്മയും അവരെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഈ കുട്ടി എന്ത് ചെയ്തും ഞങ്ങൾ ചികിത്സിക്കുമെന്നുള്ളൊരു വാശിയുമായി നിൽക്കുമ്പോൾ അവരോട് ഇത് ചെയ്താൽ ഉള്ള ഗുണം 5%, 10% വിജയസാധ്യത എന്ന് പറഞ്ഞിട്ട് പോലും അവർ പിരിവെടുത്ത് പോലും ഇത് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റിലാപ്സ് വന്നപ്പോൾ പറയുമ്പോഴും ഞങ്ങൾക്കറിയായിരുന്നു 5% എന്നിരുന്നാലും ആ 5-1 എൻ്റെ കുട്ടിയാണെങ്കിലോ ചെയ്താലല്ലേ അറിയുള്ളൂ എന്നുള്ള രീതിയിൽ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നാട്ടിൽ സാങ്കേതിക വിദ്യ വന്നു എന്നതിനാൽ നമ്മളതിന് ശ്രമിക്കുന്നത്. ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് നമ്മുടെ കൊച്ചിയിൽ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ലിവർ പ്രോബ്ലം ഉണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാലോ എന്നുള്ള രീതിയിലാണ് പലരും ചിന്തിക്കുന്നത്. അതുപോലൊരു ലുക്കീമിയയിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്നൊരു ചികിത്സാ രീതിയെപ്പറ്റി എല്ലാത്തിനും നെറ്റ് നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഗൂഗിൾ സാവി ആയിട്ടുള്ള ആൾക്കാരെയാണ് നമുക്ക് പലപ്പോഴും കാണേണ്ടി വരുന്നത്. അപ്പോൾ അവരിതിന് ചികിത്സാ രീതിയായിട്ട് ഇത് കാണുന്നു. ആ ഒരു ചികിത്സ നമുക്ക് ചെയ്തോടെ എന്ന് ഇങ്ങോട്ട് ചോദിക്കും. HLA മാച്ചിങ്ങിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സയിൽ കുറേ എളുപ്പമാണ്. പലപ്പോഴും മാച്ചിങ് ഇല്ലാതെ ഇവർ ബുദ്ധിമുട്ടാറുണ്ട്. എന്നിരുന്നാലും നമുക്ക് കൺവിൻസ് ചെയ്യിക്കാൻ എളുപ്പമല്ല. അവിടെയാണ് ഡിഫിക്കൽട്ട് കമ്മ്യൂണിക്കേഷൻ ഇൻ പീഡിയാട്രിക് പാലിയേറ്റീവ് കെയർ. അത് വളരെ ശ്രമകരം പിടിച്ചൊരു കാര്യമാണ്. രോഗിയുടെ അവരുടെ ഉള്ളിലത്തെ എന്തുകൊണ്ടാണ് അവരിതിങ്ങനെ പറയുന്നത് എന്നുള്ളൊരു കാര്യം തിരിച്ചറിഞ്ഞ്, അപ്പോൾ വളരെ ഉള്ളിൽ നിന്ന് പറയും, കുറേ വർഷങ്ങൾക്ക് കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്കുണ്ടായൊരു കുട്ടിയാണ്, അങ്ങനെ പല കഥകളുണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങളിത് ചെയ്തില്ലെങ്കിൽ അവനോട് ചെയ്ത തെറ്റായി പോകുമോ. അപ്പോൾ നമുക്ക് സാധ്യമായ കാര്യങ്ങൾ ചെയ്യാം, ഉചിതമായ കാര്യങ്ങൾ ചെയ്യാം. ഉചിതമല്ലാത്തൊരു കാര്യം, ഇപ്പോൾ 90% മാറും എന്ന് ഉറപ്പ് പറയുന്നൊരു കുട്ടിക്ക് ഈ ചികിത്സ ചെയ്യാനുള്ളൊരു ഫണ്ട് മേടിക്കണോ, അതോ 5% സാധ്യതയുള്ള ഒരാൾക്ക് വേണ്ടി ഈ ഫണ്ട് മേടിക്കണോ എന്ന് ചോദിച്ചാൽ പിരിവെടുക്കുന്ന സംഘാടകർക്കും 90% ആൾക്ക് വേണ്ടി പിരിവെടുക്കാനേ തോന്നുള്ളൂ. അത്തരം സാമൂഹ്യ നീതിയും കൂടെ നമ്മൾ ഈ പാലിയേറ്റീവ് കെയറിൽ കൂടെ ഉറപ്പുവരുത്തണം. മറ്റൊരു കാര്യം, ഈ അർബുദം പോലെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും പുറത്തു പറയാൻ മടിക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ മരണം എന്നുള്ളതിനെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ഇവരെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്യിപ്പിക്കുക? മറ്റുള്ളവരോട് പറയാനുള്ളൊരു മടിയുണ്ടല്ലോ, സൊസൈറ്റിയിൽ ഇത് റിവീൽ ചെയ്യിപ്പിക്കാനുള്ളൊരു മടി. അപ്പോൾ പാലിയേറ്റീവ് കെയർ അങ്ങോട്ട് ചെല്ലണു എന്ന് കാണുമ്പോൾ ആ ഒരു എങ്ങനെയാണ് ആ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങൾ ഒഴിവാക്കുന്നത്? കേരളത്തിൽ പാലിയേറ്റീവ് കെയർ ക്യാൻസറിന് പുറമെ മറ്റൊരുപാട് രോഗികളെ നോക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നട്ടലിന് ക്ഷതം പറ്റി വീണ് കിടക്കുന്ന രോഗികൾ, കിടപ്പിലായി പോയ ആൾക്കാർ, പിന്നെ ബാക്കി തലച്ചോറിൻ്റെ പ്രശ്നങ്ങളുള്ള ഡിമെൻഷ്യയുള്ള ആൾക്കാർ, ശ്വാസകോശത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും ലിവറിൻ്റെയും കരളിൻ്റെയും അസുഖങ്ങൾ കാരണം തുടർന്ന് മുന്നോട്ടൊരു വഴി കാണാത്ത ആൾക്കാർ, അവരെ പലരെയും നമ്മൾ പാലിയേറ്റീവ് കെയറിൽ കൂടെ ചികിത്സിക്കാറുണ്ട്. ഇതിന് പുറമെ മാനസിക പ്രശ്നമുള്ള ആൾക്കാരെ പാലിയേറ്റീവ് കെയറുകളിൽ കൂടെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിലെല്ലാം കൃത്യമായ ഉചിതമായ മരുന്നുകൾ അവർ കഴിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക, അവരെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഇരുത്താൻ സഹായിക്കുക. ഇതാണ് പാലിയേറ്റീവ് കെയർ ചെയ്യുന്നത്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.